അതാ മറ്റേ കൊടുക്ക എന്നാ പിടിച്ചോ കാണിയത് നമ്മളൊരു ചെറുതേനീച്ച കൂട് ഒരു ഇഷ്ടി ഇരിക്കുന്ന കൂട് നമ്മളെ തടി ബോക്സിലോട്ടാക്കുന്ന ഇതാണ് വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്കെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ ഒരു ഈച്ച ഒത്തിരി ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ തോന്നുന്നു. വയ്ക്കടാ നമുക്ക്. ആദ്യം നോക്കിയിട്ട് കുറച്ച് മെഴുകാണ്. നമുക്കിതിനെടുത്തിട്ട് ഈ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. അവർക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാനൊക്കെ എളുപ്പം കിട്ടും. നമുക്ക് ആദ്യം റാണിയെ കണ്ടുപിടിച്ച് ഇതിനകത്തോട്ട് മാറ്റാം. എനിക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. മുട്ടയൊക്കെ കാണാൻ പറ്റുമോ? സ്ക്രീൻ വലുതായിട്ട് കുറച്ചുകൂടെ താത്തു എന്നാൽ ലക്ഷത്തിക്ക് വലുതാകട്ടെ കാണാൻ പറ്റും. ഏകദേശം തേനുമുണ്ട് മുട്ടയുണ്ട്. നന്നായി കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഈച്ചക്കൂട്ടം നിറഞ്ഞു. 2 മാസമായി. അതിലുള്ള നമുക്കറിയാം. ഞാനും കണ്ടുവിട്. നമ്മളെ തേന അപ്പൊ ഇതിനകത്ത് നോക്കാം. കളക്കൂട്ടിനകത്ത് നോക്കുക. ഇപ്പുറത്ത് ഈച്ച നടക്കണം. ഇപ്പുറത്ത് തേനല്ലേ ഇപ്പൊ? കുഞ്ഞു നീ നോക്കിയോ, അതെല്ലാം വലിയ ഈച്ച കയറിയുണ്ടാവും. വിളിച്ചിരിക്കും, നമുക്കറിയാൻ പറ്റില്ല. ഈ റാണി റാണി ഇപ്പൊ കണ്ടിരിക്കുകയാണ്. നമ്മളിതുവരെ റാണിയെ കണ്ടുപിടിച്ചില്ല. എന്തായാലും നോക്കാം. റാണിയെ കണ്ടായിരുന്നോ?
ഒരു പ്രാവശ്യം കണ്ടാ മിക്കവാറും തേനിനകത്തോട്ട് പോകാനാണ് സാധ്യത. ഇനി ഇരിക്കണോ അപ്പൊ പണി സ്ഥലത്ത്? ഇട്ടടേ ഇല്ലേ അവസാനം കുട്ടത്ത് മാറ്റി വെക്കാം. ഇത്രയ്ക്ക് ഭയങ്കര ഈശല്യം. ഓ ഉണ്ട് എൻ്റെ കയ്യിലൊക്കെ വന്നിരിക്കുന്നു. നല്ല വലുതായിട്ട് കാണാൻ പറ്റും. അതിലുണ്ട് ഇപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നോ വലുതായിട്ടിരിക്കുന്നത്. കുത്തണ്ട, പൊട്ടി തേൻ പൊട്ടിയാൽ പിന്നെ കിട്ടില്ല. ചേച്ചി ഇപ്പൊ അതുകൊണ്ടാ ഇറുക്കില് കുത്തി വെച്ചിക്കണേ. എന്തിനാ ചെറുക്കില് കുത്തി വെച്ചിക്കണേ? തേൻ ഇളക്കണ ഇറുക്കില് കുത്തി വെച്ചേ. കൈ മാറ്റടാ. ഇന്നലെ ചെറുക്കിൽ കുത്തി വെച്ചത് തേനി കൂടെ ഇറുക്കിൽ കുത്തി വെച്ചിക്കണ. അവിടെ നോക്കിയോ പോണം, വലിയ പോണം നോക്കിയോ. കിട്ടിയില്ലേ റാണിയെ? മിക്കവാറും ഈ തേനുള്ളിൽ തന്നെ കാണും. നോക്കിയാ മതി. നിങ്ങൾ ഒന്നിനെയും കണ്ടില്ല, പുറത്തോട്ട് പറഞ്ഞില്ല. കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതുവരെ. ഇവിടെ നിറങ്ങി വന്ന് ഞാൻ ഇതിൽ കൂടെ കണ്ട തൂക്ക് ഇതിന്റെ ഇടയിൽ കയറി തേന്റെ ഉള്ളിലോട്ടു. അതാണ് ഇത്തിരി കൂടെ വലിയ ഈച്ച. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഈച്ച അതാണ്. എന്റെ അകത്തോട്ട് കയറിപ്പോയി ഞാൻ കണ്ട്. ഓ ഈ തേന്റെ ഉള്ളിൽ തന്നെ പപ്പ എന്റെ അകത്തീനുള്ളത്. അത് എന്റെ അകത്ത് കയറിപ്പോയി. മുട്ട വല്ല ഇരിക്കണം നോക്ക്. നമുക്ക് ഈർക്കിലുണ്ട് ഇതിന്റെ അകത്തോട്ട്. അവിടെ കണ്ട് ഈർക്കിൽ നിർത്തണ്ട. ഇതാണ് അതാ പോണ്. ഇതാണ് എന്താണ് ഇതേപോലെ തന്നെ അതിന്റെ അടി കൂടെ വേറെ ഒന്നും പോയേ പോണല്ലേ. ഇതാ തേനിറങ്ങി നോക്കി. തേന് കണ്ടോ? നല്ല ചുവേ നല്ല ഫിഷ്. ഒരു കുഞ്ഞു തേനീച്ച ഞാൻ കാണിച്ചില്ല. ഒരു കുഞ്ഞു തേനീച്ച ഒരു ഇറുക്കിലിട്ടിരിക്കുന്നുണ്ടോ? കുഞ്ഞു തേനീച്ച കാണിച്ചില്ല.
ഒരു കുഞ്ഞു തേനീച്ച. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ്. വേറെ കണ്ടാക്കി ആ സൈഡില് ഈ സൈഡിൽ കണ്ട് വേറെ ഒന്നിനെയും കൂടെ അതേപോലെ തന്നെ അതേ സൈസ് തന്നെ അതിലും ഇതിൻ്റെ ഇടയിൽ കൂടെ കറുപ്പാണ് ഞാൻ കണ്ട്. വണ്ടർഫുൾ. ഇപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് നിറയെ തേനീച്ചക്കൂട്ടന്മാരെ കാണാൻ പറ്റും. എന്താ കുറേ കുഞ്ഞ് തേനീച്ച. നമുക്ക് നിറച്ച് തേനീച്ചക്കൂട്ടന്മാരെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു തേനീച്ചമാർ, നിറയെ തേനീച്ചമാരെ നമുക്ക് കാണാൻ പറ്റും. ഇതിത്രയും തേനാണ്. അപ്പക്കിട്ട് റാണിയാണോ ഗേനിയാണോ പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് കിട്ടി. ഇതിനകത്ത് കാണിച്ചേ, ഇനി കാണിച്ചേ, സൂം ചെയ്ത് കാണിച്ചേ മക്കളെ. അങ്ങ് അടുത്തോട്ട് വന്നു സൂം ചെയ്ത് കാണിച്ചിട്ട്. ഇപ്പുറത്താ പെട്ടെന്നാ പോകാൻ. ഈ കാണുന്നതാണ് നമ്മളെ ഈ കൂട്ടിലെ റാണി. ഈറിട്ട് കാണിക്കുന്ന പോർഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓ, നല്ല കാണാൻ പറ്റുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ഈ തേനീച്ചക്കൂട്ടിലെ റാണി. ഉണ്ടല്ലോ? അതെ. കുഞ്ഞു മാറി വെട്ടം കാണൂല, നോക്കാം പിന്നെ അതിനൊക്കെ മുകളിൽ വരുന്നുണ്ട്. അതാ വ്യക്തമായിട്ട് കണ്ടോ? ഇതാണ് നമ്മളെ ഈ തേനീച്ചക്കൂട്ടിലെ റാണി. കണ്ടേ, നമ്മുടെ റാണി സക്സസ് ആണ്. കൂട് ഇതാ ഇത്രയും തേനും ഇങ്ങോട്ട് കളയും. ഇത്രയും തേനും നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഇനി ആര് തേന് കണ്ടത്? ഇതിൻ്റെ ഇടയിൽ കയറിപ്പാണ് ഞാൻ ഒന്നുകൂടെ കണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറി കാണാം. കണ്ടോ കുറേ കുഞ്ഞ് തേനീച്ച? അതിലേ കാണും, അതിലാണ് ഞാൻ കണ്ടത്. ഇതിലുണ്ട്, പക്ഷേ കണ്ടു ഞാൻ ഒരു വലിയ സാധനത്തിനെ. കറുത്തത് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ഒരു വലിയ സാധനം. ചോരയോ? കൊള്ളാം. ഇതെന്തരപ്പാ ഇവിടെ? അത് തപ്പണ്ട, തപ്പാൻ തരാം. ഇതാണ് നമ്മളെ കൂട്ടിലെ, മുമ്പത്തെ കൂട്ടിലെ കുറേ ഈച്ച. കുറേ ഈച്ച. ഇതൊക്കെ തേനാണ്. ഇതാണ് നമുക്ക് കിട്ടിയ മൊത്തം തേൻ. തേൻ കഴിക്കണം. പിന്നെ ബാക്കിയുള്ള മുട്ടയെല്ലാം നമുക്ക് ചോര പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചോര പോലെ ഭയങ്കര ഈച്ച. നല്ല വ്യക്തമായിട്ട് ഇത്രയും തേൻ കിട്ടി. ഇത്രയും തേനീച്ച. പൂമ്പൊടി മക്കളെ വെയിലത്ത് വെച്ച് ഉരുക്കിയിട്ട് അരിപ്പ് ചെയ്തെടുക്കണം. വേറെ റാണിനെ കണ്ടില്ലല്ലേ? കണ്ടു, ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടന്നത്. സാധാരണ ഒരു വീട്ടിലൊരു റാണിയെ കാണുള്ളൂ. ഇത് കണ്ടിട്ട് വയറ് കണ്ടിട്ട് ഗൈനിയാണെന്ന് തോന്നുന്നു. റാണി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് പറഞ്ഞിട്ടാ. എന്നാൽ നമുക്ക് ഗൈനി അയച്ചാണെങ്കിൽ ഗൈനി, അല്ലെങ്കിൽ ചിലപ്പോൾ റാണി ആയിരിക്കാം. വലിപ്പം തേനുണ്ട് ബാക്കി. അതിൽ നക്കാം. ഇല്ലേ ഇതിലെ
ഈ പാറയിൽ 1 ഏക്കർ 20 സെന്റ് വിൽപ്പനയ്ക്ക്. ആ ഞാൻ ഇവിടുത്തെ ഒരു കുഞ്ഞ് ഈ കൂട്ടിലെ ഒരു കുഞ്ഞ് ഏറ്റവും സ്മാളായിട്ടുള്ള കുഞ്ഞ് തേനീച്ച. പഴി തരാനായിട്ടോ അത് എത്രത്തോളം പഴവ് തേൻ അത്രയും മാധുര്യം വീര്യം കൂടും. എനിക്ക് ചോര പോലെയാണ് എനിക്ക് തോന്നുന്നത്. വായിലെടുത്ത് വെക്കണേ. അയ്യോ എന്നെ മൂടുന്നേ. ഇതിലുണ്ട് പഴയ ചോര. നന്നായിട്ട് കാണും. ഇതാണ് ഇത്. ഇതിൻ്റെ അകത്തൊരു തേനീച്ചെരുപ്പുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് തേനീച്ച കാണിച്ചു തരാമേ. ഉണ്ട് തലയിരിക്കുന്നത് ചടുപ്പ് കണ്ട ചടുപ്പ്. ഇതാണ് അത് പഴവിയ ചോര പോലെയാണ് ഇരിക്കുന്നത്. ചോര പോലെയല്ല നിങ്ങൾ തോന്നുന്നു. ഓക്കെ നല്ല വ്യക്തം. ഇത് നമുക്ക് കിട്ടിയ അത്രയും വേണം. ചേച്ചി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നമുക്ക് ഇത്രയും തേൻ ഇതോട് നമുക്ക് ഇത്രയും തേന് ഈ ഒരു കോളനി കിട്ടിയിട്ടുണ്ട്. ഇത് തേൻ്റെ കളർ കണ്ട, അതായത് കുറേ പഴക്കമുള്ള തേനാണത്. ഇതിന് ടേസ്റ്റും ഇതിൻ്റെ കളറുണ്ട്. എൻ്റെ അടയ്ക്കാൻ പോണ വഴിയാണ് ഇത്. അപ്പം ഈ കൂട് നമ്മൾ അടയ്ക്കാൻ പോകും. നമ്മൾ ഈ കൂടെ അടയ്ക്കുകയാണ്. ഇന്നത്തെ റാണിയുണ്ട്. ഇന്നിപ്പോൾ വരുന്ന സീസണാണ്. സീസൺ ആകുമ്പോഴത്തേനും നല്ല സൂപ്പർ കോളനിയാണ്. ഈ മെഴുകെടുത്തില്ല മക്കളെ, അതില്ലേക്ക് മെഴുകെടുത്തിട്ട് അവർ കറങ്ങിവിടാ തെറ്റ്. അപ്പോൾ ഇത്രയും കിട്ടി. നമുക്ക് കുറേ വർഷത്തിൻ്റെ പഴക്കമാണ് ഇത്. കുറച്ച് മെഴുകാണ് അവിടെ വീഡിയോ ഇട്ട് ഇവിടെ വീഡിയോ ഈ തേന് കഴിച്ചിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ അപ്പാ? എഴുതിങ്ങനെ മെഴുകൊന്നും കളയണ്ട, എല്ലാം കൊടുക്കണേ. വെക്കാതെ ഇറങ്ങി വൃത്തി കാണിക്കാതെ. തേനാണ് തേനിച്ചത്. എന്ത് തേനിച്ച തേനിച്ചത് ഞാൻ വിളിച്ച റാണി. ഉണ്ടപ്പാ മെഴുകി കഴിക്കുന്ന കണ്ടോ? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് വെള്ളത്തിൽ ചെയ്യുക, ഇട്ട് കുറേ ഷെയർ നേരം ചെയ്യുക, വെള്ളത്തിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മെഴുകിയുണ്ട്. കുറച്ച് എണീറ്റേ മതി. ഇതിങ്ങനെ